Hi friends, welcome to Simis Nadan kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ട് കറിയാണ്. ഇത് ചപ്പാത്തി, പൂരി, വൈറ്റ് റൈസിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാട്ടോ. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറിയിൽ ഞാൻ സവാളയും വെളുത്തുള്ളിയും ചേർക്കുന്നില്ല. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ കറി കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് ചെറുപയർ വേവിച്ചത്. ഇത് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്താണ്. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഒരു വലിയ തക്കാളി, ഒരു പച്ചമുളക്. ഇത് നല്ല കുഞ്ഞിതായിട്ട് അരിയണം. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താലും മതി. ഇതുപോലെ നല്ലതുപോലെ പൊടിയായിട്ട് അരിയണം. ഇതിനായിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയതിനു ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 6 കുരുമുളക്, 3 ഗ്രാമ്പൂ, 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കാം. ഇതെല്ലാം മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് ഉപ്പ്. ഇനി തക്കാളി നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം. ഇത് കുറച്ച് സമയം നിറച്ച് വെക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വേകും. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഞാൻ ഈ തക്കാളിയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് അരിഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരും. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് മൂപ്പിക്കാം. അന്നേരം ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അതാ എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഇതുപോലെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്തേക്കുന്നത്. ഇനി ഇത് ഒന്ന് തിളയ്ക്കണം. ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പഞ്ചസാര. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നെയ്യും പഞ്ചസാരയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട്. നമ്മൾ സവാള ചേർക്കാതെ ഉണ്ടാക്കിയേക്കുന്നല്ലേ. അപ്പോൾ ഇച്ചിരി പഞ്ചസാര ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടും. ഇത് യോജിപ്പിക്കാം. അതിനുശേഷം ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ കറി കഴിക്കാനായിട്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ സവാളയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാത്തതുകൊണ്ട് കറി നല്ലതായിരിക്കും. ഇതാ ഇതുപോലെ ആട്ടോ ഇരിക്കുന്നത്. ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണിത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.